റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ. സ്വാഗതം. എ+ന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് നിലമ്പൂരിലെ മുഴുവൻ വോട്ടർമാർക്കും സ്വാഗതം. നമുക്കറിയാം, സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി 13 നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കടുത്ത വേനൽ ചൂടിനിടയിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂടും ശക്തമാണ്. നിലമ്പൂരിൽ ഒരു വർഷത്തിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് കളം സജീവമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നിലമ്പൂരിന് ഏറെ ചരിത്രങ്ങളുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ച് സഖാവ് കുഞ്ഞാലിയുടെ മണ്ണ്, ദീർഘകാലം ആര്യാടൻ മുഹമ്മദ് സ്വന്തമാക്കി വെച്ച മണ്ണ്, ഏറനാടിലെ മലയോര കർഷകരുടെ മണ്ഡലം എന്നുള്ള നിലകളിലൊക്കെ വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് നിലമ്പൂര്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പായാലും ഉപതെരഞ്ഞെടുപ്പായാലും ഒക്കെ അത് കേരളം ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പുകളായിരുന്നു. 1965 രൂപം കൊണ്ടതാണ് ഈ മണ്ഡലം. നമുക്കറിയാം, ആദ്യ തെരഞ്ഞെടുപ്പിൽ, അതായത് CPIയും രണ്ട് പാർട്ടിയാകുന്നു. 1964 CPIയിൽ നിന്നും CPM എന്നൊരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നു. 1965 ആ പാർട്ടി സ്വന്തം തെരഞ്ഞെടുപ്പ് ചിഹ്നവുമായി മത്സരത്തിനിറങ്ങിയ പ്രഥമ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു നിലമ്പൂരിൽ. കേരളത്തിലെ 1965 നടന്ന തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ CPM മത്സരിച്ച മണ്ഡലങ്ങളിൽ ഒന്നുകൂടി എന്ന ശ്രദ്ധേയമായ പേരും നിലമ്പൂരിനുണ്ട്. സഖാവ് കുഞ്ഞാലിയാണെന്ന് അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ CPMന് സ്ഥാനാർത്ഥിയായത്. അന്ന് എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. എന്തായാലും 1965 നിലമ്പൂരിന്റെ പ്രഥമ പോരാട്ടത്തിൽ കുഞ്ഞാലി ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തി വിജയിയായി. അങ്ങനെ നിലമ്പൂരിന്റെ മണ്ണ് ആദ്യം ചുമപ്പിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, ആ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാം. ആ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്തതിനെ തുടർന്ന് പിരിച്ചുവിട്ട ഒരു അവസ്ഥയിലേക്ക് നിയമസഭ മാറുകയും രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുകയും 1967 വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം തയ്യാറായി. ആ തെരഞ്ഞെടുപ്പിൽ 1967 ആര്യാടൻ മുഹമ്മദും കുഞ്ഞാലിയും ഏറ്റുമുട്ടിയപ്പോൾ വീണ്ടും വിജയം കുഞ്ഞാലിക്ക് തന്നെയായിരുന്നു. തുടർച്ചയായി 2 തവണ ആര്യാടനെ പരാജയപ്പെടുത്തി കുഞ്ഞാലി വിജയിയായി. എങ്കിലും ആ നിയമസഭയുടെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 1969 ഇന്നത്തെ അമരമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോട് വെച്ച് ഉണ്ടായ വെടിയേറ്റ് കുഞ്ഞാലി മരിക്കുകയായിരുന്നു. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി ഒരു നിയമസഭാ അംഗം വെടിയേറ്റ് മരണപ്പെടുന്നത് നിലമ്പൂരിലാണ്. അത് നിലമ്പൂരിന്റെ പ്രഥമ MLA ആയിരുന്ന സഖാവ് കുഞ്ഞാലി ആയിരുന്നു എന്നുള്ളതും ചരിത്രം രേഖപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, ആ കേസുമായി ബന്ധപ്പെട്ട് ആര്യാടൻ മുഹമ്മദ് ജയിലിലാവുകയും 1969 ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ മാറുകയും ചെയ്തു. അതാണ് നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ്. പിന്നീട് 1980 ആര്യാടൻ മുഹമ്മദും മുല്ലപ്പള്ളി രാമചന്ദ്രനും തമ്മിലുള്ള ഉപതെരഞ്ഞെടുപ്പും 2025 ആര്യാടൻ ഷൗക്കത്തും M സ്വരാജും തമ്മിൽ നേരിട്ട് മത്സരം നടന്ന ഉപതെരഞ്ഞെടുപ്പ്. അങ്ങനെ 3 ഉപതെരഞ്ഞെടുപ്പിന് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചു. അതിൽ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു 1969 നടന്നത്. സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിച്ച മണ്ണിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് CPMന്റെ ഒരു വിജയമായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ. എന്നാൽ ആര്യാടന് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിൽ വന്നതിനെ തുടർന്ന് പൊന്നാനിയിൽ നിന്നും MP ഗംഗാധരനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയാണ് കോൺഗ്രസ് കൊണ്ടുവന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 1969 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ MP ഗംഗാധരൻ കോൺഗ്രസിന് വേണ്ടി നിലമ്പൂരിൽ ആദ്യമായി വിജയക്കൊടി പാറിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം 1970 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP ഗംഗാധരൻ 2ാം തവണയും കോൺഗ്രസിന് വേണ്ടി നിലമ്പൂർ മണ്ഡലം നിലനിർത്തി. പിന്നീട് നമുക്കറിയാം, ആ നിയമസഭയുടെ കാലാവധി, സാധാരണ നിയമസഭയുടെ കാലാവധി 5 വർഷമാണെങ്കിലും കേരള ചരിത്രത്തിൽ ആദ്യമായി അടിയന്തരാവസ്ഥയുടെ ഭാഗമായി 2 വർഷം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കാത്തതിനാൽ ആ നിയമസഭയുടെ കാലാവധി 7 വർഷമായി. അങ്ങനെ 1977 വീണ്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് മാറിയപ്പോഴാണ് ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ട ശ്രീ ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. പശുവും കിടാവും ചിഹ്നത്തിൽ നിലമ്പൂരിൽ 3ാം അംഗത്തിനിറങ്ങിയ ആര്യാടൻ മുഹമ്മദ് അന്ന് CPMലെ അബൂബക്കറെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്റെ കന്നി വിജയം നേടുകയാണ് ഉണ്ടായത്. എന്നാൽ കന്നി വിജയത്തിൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് വിജയിച്ച ആര്യാടൻ അധികകാലം കോൺഗ്രസിലേക്ക് തുടരാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിൽ ദേശീയ തലത്തിൽ പിളർപ്പുണ്ടാവുകയും
1978 കർണാടകയിലെ ചിക്കമംഗളൂരിൽ നിന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ ചൊല്ലി വലിയ തർക്കം കോൺഗ്രസ് രൂപപ്പെടുകയും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും ആര്യാടനും അടക്കമുള്ളവർ കോൺഗ്രസ് വിട്ട് ഇടത് പാളയത്തിലേക്ക് പോവുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായത്. പാർട്ടി വളർന്നതിനെ തുടർന്ന് ആര്യാടൻ പ്രതിദാനം ചെയ്ത പാർട്ടി കോൺഗ്രസ് യു എന്നാണ് അറിയപ്പെട്ടത്. എന്തായാലും നമുക്കറിയാം 1980 ആര്യാടൻ മുഹമ്മദ് കുഞ്ഞാലി വധവുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയ ആര്യാടൻ മുഹമ്മദ് ചരിത്ര നിയോഗം പോലെ 1980 CPM പിന്തുണയോടെ നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയായി വന്നു. ഒരുപക്ഷെ നമുക്ക് നിലമ്പൂരിന്റെ ചരിത്രം പരിശോധിച്ചാൽ കഴിയും, ഇടതുപക്ഷത്തെയും CPM-നെയും സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിൽ 1980 തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദിന് പിന്തുണ നൽകേണ്ടി വന്നത് നിലമ്പൂരിലും പിന്നീട് സംസ്ഥാനത്തുമൊക്കെ വലിയ തോതിൽ CPM-നത് പിന്നീട് ചർച്ചയാവുകയും തിരിച്ചടിയാവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. 80 ശ്രീമാൻ ആര്യാടൻ മുഹമ്മദിനെ കോൺഗ്രസ് നിലമ്പൂർ നിയമസഭയിലേക്കല്ല ആദ്യം മത്സരിപ്പിച്ചത്. പൊന്നാനിയിൽ GM ബനാഥുപാലയ്ക്കെതിരെ ലോക്സഭയിലേക്കാണ് അന്ന് അദ്ദേഹത്തെ മത്സരിക്കാൻ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും അയച്ചത്. 84 പൊന്നാനിയിൽ 54,000 വോട്ടുകൾക്ക് ബനാഥുപാലയോട് ആര്യാടൻ മുഹമ്മദ് തന്റെ പ്രഥമ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അദ്ദേഹം പൊന്നാനിയിൽ നിന്ന് തിരിച്ച് നിലമ്പൂരിലേക്ക് വണ്ടി കയറുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നു. AK ആന്റണിയുടെ കോൺഗ്രസ് യു ഉൾപ്പെടെ EK നയനാർ രൂപം കൊടുക്കുന്ന പുതിയ മന്ത്രിസഭയിൽ വനം തൊഴിൽ മന്ത്രിയായി അധികാരമേൽക്കാൻ ആര്യാടനോട് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുവാനായിരുന്നു AK ആന്റണിയുടെ ഫോൺ കോൾ സന്ദേശം. അങ്ങനെ MLA അല്ലാതായിരുന്ന ആര്യാടൻ നയനാർ മന്ത്രിസഭയിൽ വനം തൊഴിൽ മന്ത്രിയാവുകയും നിയമസഭയിലേക്ക് 6 മാസത്തിനുള്ളിൽ ജയിക്കേണ്ട സാഹചര്യം നിലവിൽ വന്നതിനെ തുടർന്ന് അന്ന് കോൺഗ്രസും ആര്യാടന്റെ കോൺഗ്രസ് യുവിന്റെ പക്ഷക്കാരനായിരുന്ന നിലമ്പൂരിൽ 1980 TK ഹംസയെ പരാജയപ്പെടുത്തി അന്ന് LDF സ്ഥാനാർത്ഥിയെ വിജയിച്ച C ഹരിദാസ് MLA പദത്തിൽ വെറും 10 നാൾ ഇരുന്ന ശേഷം ആര്യാടന് വേണ്ടി രാജിവെച്ചൊഴിയുകയാണ് ചെയ്തത്. പിന്നീട് അതിന്റെ പ്രത്യുപകാരം എന്ന നിലയിൽ C ഹരിദാസിന് 6 വർഷം രാജ്യസഭയിലേക്ക് കോൺഗ്രസ് സീറ്റ് നൽകി. 80 ആര്യാടൻ നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഇന്നത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ 17,841 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ചർക്ക ചിഹ്നത്തിൽ ആര്യാടൻ മുഹമ്മദും കൈപ്പത്തി ചിഹ്നത്തിൽ മുല്ലപ്പള്ളിയും നേരിട്ട ഒരു മത്സരമായിരുന്നു. നിലമ്പൂരിൽ കൈപ്പത്തി ചിഹ്നത്തെ പരാജയപ്പെടുത്തിയ നേതാവ് എന്നുള്ള ഒരു ചരിത്രം കൂടി ആര്യാടന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ ആര്യാടനും ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ഒന്നും അധികകാലം കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. 1981 ഡിസംബറോടുകൂടി LDF-മായി ബന്ധം ഉപേക്ഷിച്ച് അവർ UDF പാളയത്തിലേക്ക് മടങ്ങി. അങ്ങനെ ഭൂരിപക്ഷം LDF-ന് നഷ്ടപ്പെടുകയും മന്ത്രിസഭ രാജിവെക്കുകയും 82 നിയമസഭാ തിരഞ്ഞെടുപ്പ് വീണ്ടും സംസ്ഥാനത്ത് സംജാതമാവുകയും ചെയ്തപ്പോൾ ആര്യാടൻ മുഹമ്മദാണ് UDF സ്ഥാനാർത്ഥിയായി എത്തിയത്. 2 വർഷം മുമ്പ് LDF സ്ഥാനാർത്ഥിയായി എത്തിയ ആര്യാടൻ UDF സ്ഥാനാർത്ഥിയായി എത്തുന്നതാണ് നമ്മൾ കണ്ടത്. ആ ഒരു തെരഞ്ഞെടുപ്പിൽ അതുവരെയും കോൺഗ്രസ് പക്ഷത്തിൽ നിന്നിരുന്ന 80 ഹരിദാസിനെതിരെ മത്സരിച്ച അന്നത്തെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് TK ഹംസയെ തന്ത്രപരമായി കോൺഗ്രസിനെ നടത്തിയെടുത്ത് LDF സ്വതന്ത്രനാക്കി സഹാ VMS-ന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിലമ്പൂരിൽ മത്സരിപ്പിക്കുകയും കോൺഗ്രസിനെയും UDF ചേരിയെയും ഞെട്ടിച്ചുകൊണ്ട് ആര്യാടൻ മുഹമ്മദിനെ TK ഹംസ പരാജയപ്പെടുത്തി നിലമ്പൂരിൽ 1969 MB ഗംഗാധരൻ നേടിയ അട്ടിമറി വിജയം പോലെ തന്നെ 82 TK ഹംസയും അട്ടിമറി വിജയത്തിലേക്ക് പോയി എന്നുള്ളത് ചരിത്രം നിലമ്പൂരിൽ രേഖപ്പെടുത്തുന്നതാണ്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിച്ചാൽ നിലമ്പൂരിൽ രാഷ്ട്രീയപരമായ ഒരു വിചിത്രമായ ഒരു മാറ്റമാണ് സംഭവിച്ചത്. സിറ്റിംഗ് MLA ആയിരുന്ന TK ഹംസ 87 നിലമ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാവാതെ ബേപ്പൂരിലേക്ക് പോവുകയും 87 CPM-ന്റെ കരുത്തനായ നേതാവ് ദേവദാസ് പട്ടേക്കാട് നിലമ്പൂരിൽ മത്സരിക്കുകയും 87 ആര്യാടൻ മുഹമ്മദിനോട് 10,000-ലേറെ വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് നമ്മൾ കണ്ടത് നിലമ്പൂരിൽ ആര്യാടന്റെ ഒരു തേരോട്ടമാണ്, ആര്യാടന്റെ ഒരു വിജയക്കുതിപ്പാണ് നമ്മൾ കണ്ടത്. 87 ദേവദാസിനെ പരാജയപ്പെടുത്തിയ ശേഷം 1991 മമ്പാട് അബ്ദുറഹ്മാനെയും മുസ്ലിം ലീഗിന്റെയും SUന്റെയും നേതാവായിരുന്ന അബ്ദുറഹ്മാനെയും 96 പ്രൊഫസർ M തോമസ് മാത്യുവിനെയും 2001 INL-ന്റെ നേതാവായിരുന്ന P അൻവറിനെയും 2006 DYFI-യുടെ അഖിലേന്ത്യാ നേതാവായിരുന്ന P ശ്രീരാമകൃഷ്ണനെയും 2011 വീണ്ടും തോമസ് മാത്യുവിനെയും പരാജയപ്പെടുത്തി തന്റെ ജൈത്ര യാത്ര തുടർന്ന ആര്യാടൻ മുഹമ്മദ് 2016 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും തന്റെ സീറ്റ് മകന് നൽകുകയും ചെയ്തു. അങ്ങനെ 2016 ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി എത്തുകയും കോൺഗ്രസിനുള്ളിൽ വലിയ കലാപങ്ങളും പൊട്ടിത്തെറികളും അതേപോലെ തന്നെ വലിയ കാലമാറ്റങ്ങളൊക്കെ നടന്നതോടുകൂടി LDF സ്വതന്ത്രനായി എത്തിയ PV അൻവർ
2016 അട്ടിമറി വിജയം നേടി കോൺഗ്രസിന്റെ സീറ്റ് പിടിച്ചെടുത്തു. 2021 ഷൗക്കത്തിനെ മാറ്റി വി പ്രകാശിനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും അവിടെയും രണ്ടാം വിജയം ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിലും അൻവർ ആവർത്തിക്കുകയായിരുന്നു. പിന്നീട് അൻവറിന് സ്വന്തമായൊരു മണ്ഡലം എന്ന രാഷ്ട്രീയ കണക്കൂട്ടൽ നടക്കുമ്പോഴാണ് വലിയ പ്രത്യേകമായ രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുകയും അൻവർ വലിയ തോതിൽ ഇടതുപക്ഷത്തിനും പിണറായിക്കുമെതിരെ ശബ്ദമുയർത്തുകയും ഇടതുപാളയം വിട്ടുപോവുകയും MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. അതേ തുടർന്ന് 2025 വന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുകയും LDF-നും UDF-നും പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിനെതിരെയും ഒക്കെ രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം നടത്തുകയൊക്കെ ചെയ്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ രണ്ടാം തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റ് ആര്യാടന്റെ മണ്ണ് ആര്യാടന്റെയും UDF-ന്റെയും മണ്ഡലം തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു വർഷത്തിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നമുക്കറിയാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ UDF-ന് അനുകൂലമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. 2025 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. കേരളമാകെ നിലമ്പൂരിലേക്ക് എത്തി. CPM അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ ഇറക്കി. സഖാവ് കുഞ്ഞാലിയുടെ മരണശേഷം മരുവാൾ ചുറ്റിക നക്ഷത്രം എന്ന അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയാത്തതിന്റെ ക്ഷീണം തീർക്കാൻ സ്വരാജിനോട് കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയുമായി അവർ എത്തി. എന്നാൽ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ, കേരളം കണ്ട ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പെന്ന് ഉപതെരഞ്ഞെടുപ്പെന്ന് വിശേഷിപ്പിക്കാവുന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച് വരുന്നതാണ് നമ്മൾ കണ്ടത്. 11,077 എന്നുള്ള വലിയ മാർജിനിൽ ഇവിടെ UDF-ന് നിലമ്പൂരിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ വലിയ മൈലേജ് ഉണ്ടാക്കിയ തിരിച്ചുവരവിന്റെ ഒരു കാഹളം മുഴക്കിയ ബലമാണ് ഷൗക്കത്ത് നേടിയത്. നിലവിലെ സാഹചര്യവും ഒരു പരിധിവരെ നിഷ്പക്ഷമായി പറഞ്ഞാൽ UDF-ന് അനുകൂലമാണ് എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. നിലമ്പൂർ മണ്ഡലത്തിൽ കുഞ്ഞാലിയുടെ മണ്ണിൽ വലിയൊരു പോരാട്ടം നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറാവാതെ ഒരു പൊതുസന്ത്രയിലേക്ക് CPM വീണ്ടും മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കാണുന്നത്. വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള CPM-നെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അടിത്തറയുള്ള ശക്തമായ വേരോട്ടമുള്ള മണ്ണായ നിലമ്പൂരിൽ പ്രാദേശികപരമായി ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ ചർച്ചകൾക്ക് വിധേയമാകേണ്ട കാര്യമാണ്. കുഞ്ഞാലിയുടെ മണ്ണിൽ സഖാവ് ദേവദാസ് പട്ടേക്കാടിന്റെ മണ്ണിൽ എന്തുകൊണ്ട് തലയെടുപ്പുള്ള ശക്തനായ ഒരു നേതാവ് CPM-ൽ വളർന്നു വരുന്നില്ല എന്നുള്ളത് ചരിത്രം പരിശോധിക്കേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത് എന്തൊക്കെയായാലും അതിനുള്ള ഒരു സമയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഒരു ഇതുവരെയും ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു നേതാവ്, കായിക രംഗത്തും ഫുട്ബോൾ രംഗത്തുമൊക്കെ മലയാളിക്ക് സുപരിചിതനായ, നിലമ്പൂരിന് സുപരിചിതനായ, രാജ്യത്തിന് തന്നെ സുപരിചിതനായ ഷറഫ് അലിയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറക്കുമ്പോൾ ഫുട്ബോൾ പോലെ അത്ര എളുപ്പമായിരിക്കുമോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് ഷറഫ് അലിയും ഇടതുപക്ഷവുമാണ് തെളിയിക്കേണ്ടത്. എന്തായാലും നിലമ്പൂരിൽ UDF ഇക്കുറി വിജയിപ്പിക്കണം എന്നുള്ളതിനേക്കാൾ അപ്പുറം അവര് ചരിത്രപരമായ ഒരു ഭൂരിപക്ഷം എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ പറയുന്നത്. 200 ദിവസത്തെ 200 കോടിയുടെ വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തി 2025 മുതൽ 2040 വരെയുള്ള നിലമ്പൂർ വിഷൻ രൂപം നൽകിക്കൊണ്ട് ഒരു 15 വർഷത്തെ 1.5 പതിറ്റാണ്ടിന്റെ മുന്നോട്ടുള്ള ഒരു വികസനം മുന്നിൽ വെച്ചുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷം ലക്ഷ്യമിട്ടുകൊണ്ടാണ് UDF പ്രവർത്തിക്കുമ്പോൾ കുഞ്ഞാലിയുടെ മണ്ണ്, അൻവറിലൂടെ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതിനാണ് ഷറഫ് അലിയെ കളത്തിലിറക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. എന്തായാലും പോരാട്ടം വളരെ ഈസിയാണെന്ന് പറയുമ്പോഴും ആ ഒരു ലാഘവമൊന്നും UDF കേന്ദ്രങ്ങളിലോ LDF കേന്ദ്രങ്ങളിലോ കാണാൻ പറ്റില്ല. വിയർപ്പിനും ചൂടിനും വിട നൽകി സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ പരക്കം പായുകയാണ്. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കൺവെൻഷനുകൾ, ഒരേ ദിവസം തന്നെ ഒന്നിലേറെ കൺവെൻഷനുകളിൽ പങ്കെടുക്കേണ്ട സാഹചര്യം, വാർഡ് കൺവെൻഷനുകൾ, കുടുംബ സംഗമങ്ങൾ, സ്ഥാനാർത്ഥികള് വലിയ തേരോട്ടത്തിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. വിജയിക്കുമെന്നുള്ള ഒരു കേളികെട്ട് LDF UDF ഉയർത്തുമ്പോൾ ഇക്കുറി നിങ്ങൾക്ക് പാലം കിടക്കാൻ ഞങ്ങളുടെ വോട്ടുകൾ കൂടി നിർണയിക്കേണ്ടി വരും എന്നുള്ള വലിയൊരു മെസ്സേജ് ഉയർത്തി വലിയൊരു പ്രതിരോധം ഉയർത്തുകയാണ് NDA. നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ വിവാദമായ പരാമർശം നടത്തിയ ചുങ്കത്തറയുടെ മണ്ണുൾപ്പെടുന്ന മണ്ഡലമാണ് നിലമ്പൂര്. SNDPയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് നിലമ്പൂര്. BDJS-ന്റെ ജില്ലാ നേതാവിനെ തന്നെ അവര് ഈ സീറ്റ് കൈമാറുമ്പോൾ നിലമ്പൂരിൽ ഒരു വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നതാണ്. നമുക്കറിയാം BJP A ക്ലാസ് മണ്ഡലങ്ങളും B ക്ലാസ് മണ്ഡലങ്ങളൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ പെടാത്ത മണ്ഡലമാണ് നിലമ്പൂർ. C ക്ലാസ് മണ്ഡലത്തിൽപ്പെട്ട മണ്ഡലമാണ് നിലമ്പൂർ. എങ്കിൽ പോലും വലിയൊരു വോട്ട് വർധനമാണ് അവർ ലക്ഷ്യമിടുന്നത്. നിലമ്പൂരിൽ ശക്തമായ പ്രചരണം നടത്തിയാൽ ശക്തമായ വോട്ട് നേടാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധിനെ പോലെ ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 17,000 വോട്ടുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് സുരേന്ദ്രൻ നേടാൻ കഴിയുന്നു.
പ്രിയങ്ക ഗാന്ധി വലിയ ഓളമുണ്ടാക്കി ഇടതുപക്ഷ വോട്ടുകളിലൊക്കെ കടന്നു കയറുമ്പോൾ നിലമ്പൂരിൽ 16,000-ഓളം വോട്ടുകൾ നേടാൻ നവ്യ ഹരിദാസിന് കഴിയുന്നു. ഈ ഒരു മാർജിനുകൾ നിലനിർത്താനുള്ള ഒരു പോരാട്ടമാണ് നിലമ്പൂരിൽ NDA സ്ഥാനാർത്ഥിയായി BDJSന്റെ ഗിരീഷ് മേക്കാട് നടത്തുന്നത്. അദ്ദേഹത്തിന് പിൻബലം നൽകുന്നത് 2016 12,200 വോട്ട് എന്നുള്ള വലിയ ഒരു മാർജിൻ തന്നെയാണ്. എന്തായാലും നിലമ്പൂരിൽ പോരാട്ടം ഈ 3 മുന്നണികൾ തമ്മിലാണ്. നിലമ്പൂരിൽ ആകെയുള്ളത് 4 സ്ഥാനാർത്ഥികളാണ്. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ജയ്സൽ എന്ന സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. എന്നാലും വിധി നിർണയിക്കുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ വിജയം അനിവാര്യമാണ്. നമുക്കറിയാം, മുസ്ലിം ലീഗ്, മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ഒരു ആധിപത്യമാണുള്ളത്. UDFൽ മലപ്പുറത്ത് 1-ാം കക്ഷി മുസ്ലിം ലീഗാണ്. പക്ഷേ ഒരിക്കലും നിലമ്പൂരിന്റെ മണ്ണിൽ മുസ്ലിം ലീഗ് 1-ാം കക്ഷി ആയിട്ടില്ല. നിലമ്പൂരിന്റെ മണ്ണിൽ എന്നും കോൺഗ്രസ് തന്നെയാണ് 1-ാം സ്ഥാനത്ത് നിന്നിട്ടുള്ളത്. അതിനാൽ തന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ അവരുടെ മണ്ണ് നിലനിർത്തുക, അത് ശക്തമായ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുക എന്നുള്ളത് കൂടി തന്നെയാണ്. ആര്യാടൻ മുഹമ്മദിന്റെ അസാന്നിധ്യത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും, ആര്യാടൻ മുഹമ്മദിന്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലും ആര്യാടൻ മുഹമ്മദിന്റെ സാന്നിധ്യത്തിനപ്പുറം അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വലിയ തോതിൽ വോട്ടുകളായി മാറും എന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് UDFനുള്ളത്. കുഞ്ഞാലിയുടെ മണ്ണിൽ ഒരിക്കൽ കൂടി ഒരു അട്ടിമറി വിജയം നടക്കും. TK ഹംസ 82-ൽ നടത്തിയ അട്ടിമറി വിജയം, 2016-ൽ PV അൻവറിലൂടെ നടത്തിയ അട്ടിമറി വിജയം, ഇതെല്ലാം ഈ കുറി യാഥാർത്ഥ്യമാകും. ഈ കുറി വലിയ ഒരു രാഷ്ട്രീയ അടിയൊഴുക്കുണ്ടെന്നൊക്കെയാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. എന്തായാലും പോരാട്ടത്തിന് നിലമ്പൂർ തയ്യാറാകുമ്പോൾ UDFനെ നേരിടുന്ന കാര്യത്തിൽ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയോ എന്നുള്ള ഒരു ചോദ്യത്തിന് LDFന് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മറുപടി പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും. എന്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. നിലമ്പൂരിൽ എന്തുകൊണ്ട് കരുത്തനായ ഒരു പ്രാദേശിക നേതാവിനെ വളർത്തിയെടുക്കാൻ CPM ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ മുൻകൈ എടുത്തില്ല എന്ന ചോദ്യങ്ങളെല്ലാം അവശേഷിക്കുമ്പോൾ മെയ് 4-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ അത് നിലമ്പൂരിന്റെ രാഷ്ട്രീയഭാവി നിർണ്ണയിക്കപ്പെടുന്ന വലിയൊരു ഫലമാവും പുറത്തേക്ക് വരിക. അത് ആർക്കാണ് വിജയമെങ്കിലും പരാജയപ്പെടുന്നവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ വലിയ തോതിൽ ചോദ്യം ചെയ്യുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും. ഈ 13 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിലമ്പൂര് ചുട്ടുപൊള്ളുന്ന ചൂടിലും അതിലും വലിയ ചൂടിലേക്ക് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. വിജയം തന്നെയാണ് ലക്ഷ്യമെന്ന് മുന്നണി സ്ഥാനാർത്ഥികൾ ഉറപ്പിച്ചു പറയുന്നു. മണ്ഡലങ്ങളിൽ തങ്ങളുടെ ശക്തി തെളിയിക്കുന്നതിന് വരും ദിവസങ്ങളിൽ സംസ്ഥാന ദേശീയ നേതാക്കളെ തന്നെ പ്രചരണ രംഗത്ത് ഇറക്കാനാണ് ശ്രമിക്കുന്നത്. LDFനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം വിജയിച്ചും പരാജയപ്പെട്ടും പാരമ്പര്യമുള്ള മണ്ണു തന്നെയാണ് നിലമ്പൂര്. അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാകും. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.